ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെക്കമെൻഡേഷൻ വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ നേരം വെളുപ്പിനെയാണ് ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അപ്പം ഉറക്കത്തിൻ്റെ ഒരു ഫേസ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെക്കമെൻഡേഷനാണ്. അതായത് ഒരു ലിപ് ബാമിനെ കുറിച്ചാണ് കേട്ടോ. അതായത് നമുക്കത് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ചാപ്ടെക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനൊരു പാക്കറ്റ് കൂടി ഉണ്ട്, അതെൻ്റെ കൊച്ച് കളിക്കാനെടുത്തു, അതുകൊണ്ട് എൻ്റെ കയ്യിലില്ല കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 185 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ്. ഇതിൻ്റെ SPF കണ്ടൻറ്റ് ഉണ്ട് ഇതിൽ. SPF 15 ആണെന്ന് തോന്നുന്നു. SPF 15 ആണ്. 10 ഗ്രാമേ ഉള്ളൂ ഇത്. പാരാബിൻ ഫ്രീ ആണ്. ഇതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ലിപ് ബാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ലിപ്സിൻ്റെ ഡാർക്ക്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതല്ല. അത് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ലിപ്സിൻ്റെ ക്രാക്കിലായിട്ടുള്ള ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണങ്ങിയ ലിപ്സ്, ഭയങ്കരമായിട്ടുള്ള ഡ്രൈനെസ് ഉള്ള ലിപ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ലിപ്സിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകുമ്പോഴേ യൂസ് ചെയ്യാം. 2 hours കൂടുമ്പം ഇത് റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ലിപ്സിൽ ചുളിവുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് കേട്ടോ. അപ്പം അതിനാണ്. അല്ലാതെ ഈ ഒരു ലിപ് ബാം നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറ്റില്ല. ഞാനിത് കുറേ നാൾ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു ചേഞ്ചൊന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ചുളിവുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നല്ലത്. അപ്പോൾ പക്ഷേ ഇത് നമ്മൾ കണ്ടിന്യൂസ്ലി 2 hours കൂടുമ്പം ഇത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതിലും മെയിനായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇത് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഹൈഡ്രേറ്റിംഗ്. നമ്മുടെ അതായത് മഞ്ഞ് കാലത്തൊക്കെ ഇത് ഭയങ്കര കുഞ്ഞ് ട്യൂബാണ് കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ, കുഞ്ഞു ട്യൂബാണ്. അപ്പോൾ അതിലുപരി ഇതിനകത്ത് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ എനിക്ക് ശരിക്കും വായിക്കാൻ പോലും പറ്റുന്നില്ല. അതാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. മഞ്ഞ് കാലത്തൊക്കെ നമ്മളുടെ ചുണ്ടുകളൊക്കെ പൊട്ടുമല്ലോ. പണ്ട് നമ്മൾ സെബോളിനൊക്കെയാണല്ലോ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ മഞ്ഞ് കാലത്തെ ചുണ്ട് പൊട്ടലിന് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ചുണ്ടിങ്ങനെ ഉണങ്ങിയൊക്കെ ഇരിക്കുമല്ലോ, ഉണങ്ങിയിരിക്കുന്നത്, പിന്നെ വല്ലാത്തൊരവസ്ഥയിലൊക്കെ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ്, ഉണങ്ങിയിരിക്കുന്നത്, ഈ വര പോലെയുള്ളത്, പൊട്ടൽ, അങ്ങനെയുള്ള കാര്യങ്ങളെ ക്യൂർ ചെയ്യാൻ വേണ്ടിയാണെന്നുള്ളതാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ഇത് ലിപ്സിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടോ പിഗ്മെൻറ്റേഷൻസ് മാറ്റാനായിട്ടോ അങ്ങനെയുള്ളതൊന്നും ഇത് ചെയ്തു തരുന്നില്ല. ഇത് നമുക്ക് റെക്കമെൻഡ് ചെയ്ത, ഇതിനെക്കുറിച്ച് വീഡിയോ ഇടണമെന്ന് പറയുന്ന പറഞ്ഞ ആ ഒരു ആൾക്കും ഈ സെയിം റിസൾട്ട് തന്നെയാണ്. പിന്നെ അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ലിപ് ബാമിൻ്റെ സെയിലുണ്ട് കേട്ടോ. അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്തിരുന്നു, പക്ഷേ പിഗ്മെൻറ്റേഷൻസ് ഒന്നും മാറിയില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ലിപ് ബാം, ബീറ്റ്റൂട്ട് ലിപ് ബാം യൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ലിപ്സിലെ ചുളിവുകൾ മാറാനായിട്ടും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലുപരി നിങ്ങൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡുകൾ യൂസ് ചെയ്യാൻ നോക്കുക. ലെഡ് കണ്ടൻറ്റൊക്കെ ഒരുപാടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലിപ്സിനെ ഡാർക്കൺ ചെയ്യും. ഓക്കെ. പിന്നെ ഡയറക്റ്റായിട്ട് ഒരിക്കലും നിങ്ങൾ ലിപ്സിലേക്ക് യൂസ് ചെയ്യേണ്ട. എന്തെങ്കിലും ഒരു ബേസ് കൊടുക്കുക. അതായത് ഇപ്പം ഇതുപോലെ എന്തെങ്കിലും ലിപ് ബാമുകളൊക്കെ ഉണ്ടല്ലോ, ടിൻഡഡ് അല്ലാത്ത. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന സെബാമെഡ് പോലെയുള്ളതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല ബ്രാൻഡാണ് കേട്ടോ. അല്ലാതെയും വേറെ ബ്രാൻഡുകളുണ്ട്, പ്ലമ്മിൻ്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള എന്തെങ്കിലും ലിപ് ബാം ഫസ്റ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി നിങ്ങൾ ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ലിപ്സ്റ്റിക്കും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. എപ്പോഴും നല്ല നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, നല്ല രീതിയിൽ ലിപ്സിനെ ആക്കി വയ്ക്കണം. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ലിപ്സ്റ്റിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ടിൻഡഡ് ആയിട്ടുള്ള ലിപ് ബാമുകളൊക്കെ യൂസ് ചെയ്യാം. നമ്മളുടെ ബീറ്റ്റൂട്ട് ലിപ് ബാം ടിൻഡഡ് ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ടിൻഡഡ് ആയിട്ടുള്ള ലിപ് ബാമുകൾ യൂസ് ചെയ്യാൻ നോക്കുക. ലിപ്സ്റ്റിക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ ഡെയിലി കൊണ്ട് നടക്കേണ്ട കാര്യമില്ല.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഹെയറും ഫേസും ഒക്കെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ലിപ്സും നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുക. കാരണം ലിപ്സ് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നതാണ് അല്ലേ. ലിപ്സ് നമ്മൾ ഒന്ന് ഒരുങ്ങിയിട്ട് നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ലിപ്സിലൊന്നും ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ എന്തൊരു ഭയങ്കര ഡൾനെസ് ആയിട്ട് തോന്നും. ആ സമയം ലിപ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കിയേ, നമ്മൾ ഒരുങ്ങിയതിൻ്റെ ഡബിൾ ഇരട്ടി സൂപ്പറായിട്ട് നമുക്ക് ഫേസ് നമ്മുടെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ വ്യത്യാസം. സോ നമ്മൾ ഫേസും ഹെയറും ഒക്കെ കെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ലിപ്സിനും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ചിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഈ കണ്ട ഒരുപാട് ലിപ്സ്റ്റിക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഫ്ലിപ്കാർട്ടിലൊക്കെ 80 രൂപയ്ക്കും 70 രൂപയ്ക്കും ഒക്കെ. അതിലൊക്കെ ലെഡിൻ്റെ കണ്ടൻറ്റും കൂടുതലായിരിക്കും കേട്ടോ. അപ്പം ശരിക്കും നിങ്ങൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നോക്കി കണ്ടും വാങ്ങിക്കുക. ലിപ്സ്റ്റിക്ക് ഡെയിലി ലൈഫിൽ, അതായത് ഡെയിലി അത് മസ്റ്റാണെന്ന് ഒന്നുമില്ല. നമുക്ക് ജോലിക്ക് പോകണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിപ് ബാമുകൾ യൂസ് ചെയ്യാം. നമ്മുടെ ലിപ് ബാം സൂപ്പറാണ് കേട്ടോ. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ പ്രൊമോഷൻ അങ്ങനെയുള്ളതല്ല, ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉള്ളൊരു സാധനമാണ്. അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ബ്രാൻഡിൻ്റെ ലിപ് ബാമുകൾ യൂസ് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ പോവുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.